സക്കാരിസ് മെലഡീസിൻ്റെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഈ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു നാഥ. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ സക്രാരിയിൽ കാത്തിരിക്കുന്ന നല്ല ഈശോയെ, എൻ്റെ അകൃത്യങ്ങൾ അങ്ങയിൽ നിന്നും എന്നെ അകറ്റി അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ എപ്പോഴും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നവരായിത്തീരും. അവിടുത്തെ തിരുമുൻപിൽ അനുദപിക്കുവാനും എൻ്റെ ഹൃദയവാതിലിൽ അങ്ങ് മുട്ടുന്ന സ്വരം ശ്രവിക്കുവാനും എൻ്റെ ഉള്ളു തുറന്നു തരയണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്, അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്.
ഗുരുനാഥന്. ദൈവമേ, അവിടുന്ന് എന്നെ സരളഹൃദയനായി സൃഷ്ടിച്ചു. പക്ഷേ എൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ എൻ്റെ തന്നെ സൃഷ്ടിയാണ്. അവിടുത്തെ മറന്ന് പാപത്തിൽ മുഴുകി അങ്ങേ പക്കൽ നിന്നും വഴിമാറിപ്പോയപ്പോൾ ദൈവമേ, എൻ്റെ ജീവിതം കഠിനമുള്ളതായിത്തീർന്നു. ധൂർത്തനെ പോലെ ഞാൻ തിരികെ എത്തുമ്പോൾ അവിടുന്ന് എന്നെ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാക്കും. അവിടുന്ന് എനിക്ക് സമൃദ്ധി തരുകയും മരുഭൂവിൻ താഴ്വരയിലൂടെ നിർഭയനായി നടക്കുവാൻ എനിക്ക് ശക്തി തരികയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ. സ്നേഹസ്വരൂപനമിൻ ജീവനായക നിൻ തിരുമുൻപിൽ വരുന്നു. വേദന തിങ്ങുമി ജീവിതം നൽകിയ കണ്ണീർ കണികയുമായി, കണ്ണീർ കണികയുമായി.
99 നടന്ന വഴിയിലൂടെ അല്ല കർത്താവെ ഞാൻ നടന്നത്. അങ്ങയിൽ നിന്നും വഴിമാറി നടന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയിൽ നിന്നും മാറി നടക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. സ്നേഹനിധിയായ ഈശോയെ, എൻ്റെ പാപങ്ങളെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അത്ര അകലത്തിൽ അകറ്റി നിർത്തി. എൻ്റെ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു എന്നരുളി ചെയ്ത നാഥ, വചനം പറയുന്നു, കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അവസാനം വരെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ തരയണമേ എന്ന പ്രാർത്ഥനയോടെ ഒരു നാളും നിൻ വീഴ്ചകളിനി ഞാൻ ഓർക്കുകില്ല. ക്ഷമിച്ചതല്ലേ മൂടൽ മഞ്ഞുപോൽ നിൻ പാപങ്ങൾ, കാർമേഘം പോലെ നിൻ തിന്മകളും എല്ലാം തുടച്ചു നീക്കി സർവം ശുദ്ധമാക്കി.
തിരുവചനത്താൽ തിരുരക്തത്താൽ നവസൃഷ്ടിയായി നിന്നെ ഒരുക്കി വാർത്തു. ഇനിയൊരു നാളും പിരിയാതെ എന്നിൽ വസിച്ചാൽ ഞാൻ കൃപ ചൊരിയാം. ഒരു നാളും നിൻ വീഴ്ചകളിനി ഞാൻ ഓർക്കുകില്ല. ക്ഷമിച്ചതല്ലേ മൂടൽ മഞ്ഞുപോൽ നിൻ പാപങ്ങൾ, കാർമേഘം പോലെ നിൻ തിന്മകളും എല്ലാം തുടച്ചു നീക്കി സർവം ശുദ്ധമാക്കി. ഒരു നാളും നിൻ വീഴ്ചകളിനി ഞാൻ ഓർക്കുകില്ല. ക്ഷമിച്ചതല്ലേ മൂടൽ മഞ്ഞുപോൽ നിൻ പാപങ്ങൾ, കാർമേഘം പോലെ നിൻ തിന്മകളും എല്ലാം തുടച്ചു നീക്കി സർവം ശുദ്ധമാക്കി. എൻ്റെ സ്നേഹസ്വരൂപനായ നല്ല ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ അങ്ങേയ്ക്കായി ഏതു നേരവും തുറന്നിടുന്നു. അങ്ങ് ഞങ്ങളിൽ വന്ന് വസിക്കുന്ന ആ നല്ല നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച നല്ല നല്ല ഗാനങ്ങളുമായി കാണുന്നത് വരെ പ്രാർത്ഥനയിൽ നമുക്ക് കാത്തിരിക്കാം.